കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന ഉദ്ഘാടനത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പങ്കെടുക്കില്ല. സർവകലാശാല രജിസ്ട്രാർ ആരെന്ന വിവാദം തുടരുന്നതിനിടെ VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഉദ്ഘാടന ചടങ്ങിന് എത്തിയിട്ടുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് VC എത്തുന്നു. പോസ്റ്ററിലടക്കം ഇടം പിടിച്ചത് രജിസ്ട്രാർ എന്ന പേരിൽ എന്ന ഭാഗത്ത് അനിൽകുമാറിന്റെ പേരാണ് ഇടം പിടിക്കുന്നത്. രജിസ്ട്രാർ എന്ന നിലയിൽ അനിൽകുമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് VC എത്തുകയായിരുന്നു. മനീഷ്, രാജ്യത്തെ ഇടതുപക്ഷ യൂണിയനാണ് കേരള സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാരംഭ നടപടി എന്ന രീതിയിലുള്ള യൂണിയൻ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് നിലവിൽ VC വിട്ടുനിൽക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. അദ്ദേഹം വാരണാസിയിലാണെന്നുള്ള വിശദീകരണമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 6 മാസത്തേക്ക് അല്ലെങ്കിൽ സസ്പെൻഷനിലുള്ള ഡോക്ടർ KS അനിൽകുമാറാണ് രജിസ്ട്രാറായി നിലവിൽ ഇടതുപക്ഷം അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ രേഖയിൽ ഉൾപ്പെടുത്തി, അതായത് ഈ നോട്ടീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ആശംസ അറിയിക്കുന്നത് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ KS അനിൽകുമാറാണ്. അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ മോഹനൻ കുന്നുമ്മൽ അറിയിക്കുന്നതനുസരിച്ച് കേരള സർവകലാശാലയിൽ നിന്നും സസ്പെൻഷനിലായ വ്യക്തിയാണ് അനിൽകുമാർ. അദ്ദേഹത്തിന് പകരം മിനി കാപ്പനെയാണ് താൽക്കാലിക രജിസ്ട്രാറായി നിലവിൽ നിയമിച്ചിട്ടുള്ളത്. സർവകലാശാല രേഖയിൽ അതുതന്നെ. പക്ഷേ ഇടതുപക്ഷ യൂണിയനോ സിൻഡിക്കേറ്റോ ഒന്നും ഈ രജിസ്ട്രാറെ അംഗീകരിക്കുന്നില്ല എന്നത് വലിയ വിവാദമായി തുടരുന്ന വിഷയമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇടതുപക്ഷ യൂണിയന്റെ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങിൽ നോട്ടീസിൽ പോലും ഇവരുടെ പേരില്ല, മിനി കാപ്പൻ്റെ പേരില്ല. അതായത് VC നിയമിച്ച താൽക്കാലിക രജിസ്ട്രാറുടെ പേര് നിലവിൽ ഈ സർവകലാശാല യൂണിയന്റെ പരിപാടിയിലില്ല എന്ന വിവാദം നിലവിൽ മിനി കാപ്പൻ ഈ പരിപാടിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ രജിസ്ട്രാറായി പങ്കെടുക്കുന്നത് ഇടതുപക്ഷ യൂണിയൻ അംഗീകരിക്കുന്ന രജിസ്ട്രാറായിട്ടുള്ള അനിൽകുമാർ തന്നെയായിരിക്കും. അനിൽകുമാർ ഈ പരിപാടിക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മിനി കാപ്പൻ ഈ പരിപാടിയിൽ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രശസ്ത എഴുത്തുകാരൻ TD രാമകൃഷ്ണനാണ്. ഒപ്പം തന്നെ പ്രശസ്ത ഗായിക പുഷ്പാവതി ചടങ്ങിൽ എത്തുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. 9 സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ അടക്കം സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ വലിയ പ്രതിഷേധം ഉന്നയിച്ച ഷിജു ഖാൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ നേതാക്കൾ കൂടി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി നോക്കിക്കാണേണ്ടത് രജിസ്ട്രാറായി ഔദ്യോഗികമായി ഇവിടെ ആശംസ അറിയിക്കുന്നത് ആരാണ് എന്നാണ്. മിനി കാപ്പനെ നിലവിൽ ഈ നോട്ടീസിൽ പേരില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഈ പരിപാടിയിൽ എത്താനുള്ള സാധ്യത വിരളമാണ്. എങ്കിൽ കൂടി ഈ സർവകലാശാല യൂണിയൻ പരിപാടിയിൽ ആരായിരിക്കും രജിസ്ട്രാർ എന്ന രീതിയിൽ ആശംസ അറിയിക്കുക എന്നതാണ് നീ നോക്കിക്കാണേണ്ടത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.